പുത്രകാമേഷ്ടി നടത്തി അതിൽ നിന്നുണ്ടായിട്ടുള്ള പായസം സേവിച്ചിട്ടുള്ള രാജാവിൻ്റെ പത്നിമാരെല്ലാവരും കാലത്തിനനുസരിച്ച് ഗർഭം ധരിച്ച് ആ ഗർഭം അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി അവർ പുത്രന് ജന്മം നൽകാൻ, സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള അവസ്ഥയിലേക്ക് എത്തി. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജനനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാന്റെ ജന്മാവസ്ഥയിൽ പ്രപഞ്ചം മുഴുവൻ സന്തോഷത്തിൽ ആറാടുകയാണ്. കാരണം ഒന്ന്, ഭഗവാന്റെ ആ സ്വരൂപം അത് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഏതൊരു മഹാവിഷ്ണുവാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിച്ച് നിർത്തുന്നത്, ആ ഭഗവാൻ ഭൂജാതനാവുകയാണ്. ആർക്കാണോ ജന്മമില്ലാത്തത്, ആർക്കാണോ മരണമില്ലാത്തത്, ആർക്കാണോ ഗുണങ്ങളില്ലാത്തത്, ആർക്കാണോ രൂപമില്ലാത്തത്, ആ ഭഗവാൻ, ആ ബ്രഹ്മസ്വരൂപം സ്വയം ശരീരത്തെ പ്രാപിച്ച് ശരീരമെടുത്തിട്ട് ഭൂമിയിൽ നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. മറ്റൊന്ന്, രാവണൻ്റെ ദുഷ്പ്രവർത്തികളിൽ നിന്നും ഭൂമിയുടെ ഭാരം കുറക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. രാവണൻ്റെ ചെയ്തികൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ഭൂമിക്ക് സന്തോഷമായി. അങ്ങനെ സർവ്വചരാചരങ്ങളും സന്തോഷത്തിൽ ആനന്ദത്തിൽ ആറാടുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ ഗ്രഹനില പറയുകയാണ്. 5 ഗ്രഹങ്ങളും ഉച്ചസ്ഥായിയിൽ നിൽക്കണ സമയം. കർക്കടകമാണ് ലഗ്നം. ചന്ദ്രനും ബൃഹസ്പതിയും കർക്കടകത്തിലാണ് നിൽക്കുന്നത്. പുണർദമാണ് നക്ഷത്രം. ഭഗവാന്റെ നക്ഷത്രം പുണർദമാണ്. തിഥി നവമിയാണ്. സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്നുണ്ട്, മേടം രാശിയിൽ നിൽക്കുന്നുണ്ട്. അർക്കജൻ, അർക്കൻ്റെ പുത്രൻ അഥവാ ശനി, തുലാത്തിലാണ് നിൽക്കുന്നത്, തുലാം രാശിയിൽ. ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട്. വക്രൻ അഥവാ ചൊവ്വ മകരത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം. 5 ഗ്രഹങ്ങളുടെയും പ്രധാനപ്പെട്ട ഈ 5 ഗ്രഹങ്ങളുടെയും ഉച്ചസ്ഥായിൽ നിൽക്കണ സമയം. വളരെ അപൂർവമായിട്ടുള്ള ആ സമയത്താണ് ഭഗവാന്റെ ജനനം. പ്രപഞ്ചത്തിന് മുഴുവൻ സന്തോഷം നൽകിക്കൊണ്ട് ആ സമയത്ത് ഭഗവാന്റെ ജനനം നടക്കണ ആ സമയത്ത് അമ്മയായിട്ടുള്ള കൗസല്യാദേവി 4 തൃക്കൈകളോട് കൂടിയിട്ട് ഭഗവാന്റെ പൂർണ്ണസ്വരൂപത്തെ കാണുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള ആ ദർശനത്തെ ആ അമ്മ ഒരൊറ്റ കാരണം കൊണ്ടാണ് നേടുന്നത്. ആ ഉണ്ണിയെ വയറ്റിൽ ധരിച്ചു എന്നുള്ളത് അമ്മയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു ഭാഗ്യമാണ്, ഒരു കാര്യം അത്. പ്രപഞ്ചത്തെ മുഴുവൻ ഏത് ഭഗവാനാണോ സ്വന്തം ഉദരത്തിൽ ധരിക്കണത്, ആ ഭഗവാനെ തൻ്റെ ഉദരത്തിൽ ധരിക്കാനുള്ള ഭാഗ്യം അത് അമ്മക്ക് മാത്രമേ കിട്ടൂ, ഒരാൾക്ക് കിട്ടില്ല. അതാണ് മാതൃഭാവത്തിൻ്റെ പ്രസക്തി. ആ ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുന്നുണ്ട്. അനേകായിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്ന മാതിരി ഉണ്ടായിട്ടുള്ള കിരീടം, ഭഗവാന്റെ കിരീടത്തിൻ്റെ പ്രഭ പറയാണ്. ഒരുപാട് സൂര്യന്മാർ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും സൂര്യന്മാർ, അനേകായിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്നാൽ എങ്ങനെയുണ്ടാവുമോ അതേ കിരണം, അതേ പ്രഭ. അതിൻ്റെ താഴെ, ആ കിരീടം വെച്ചതിൻ്റെ താഴെ ഭഗവാന്റെ കുറുനിരകൾ ഇങ്ങനെ നെറ്റിയോട് ചേർന്ന് കിടക്കുന്നുണ്ട്. നല്ലൊരു ഗോപിക്കുറിയുണ്ട്. പിന്നെ ഭഗവാന്റെ പീതാംബരത്തെ പറ്റിയിട്ട് പറയുകയാണ്. ആ പീതാംബരം ചുറ്റിയിട്ടുള്ള ജഘനം, 4 തൃക്കൈകളിലും 4 വസ്തുക്കളുണ്ട്. ശംഖചക്രാബ്ജധരനായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ശംഖുണ്ട്, ചക്രമുണ്ട്, ഗദയുണ്ട്, താമരയുണ്ട്. 4 തൃക്കൈകളിൽ 4 വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. ആ ഭഗവാന്റെ കണ്ഠത്തെ പറ്റിയിട്ട് പറയുന്നത് ശംഖിനെ മാതിരിയുള്ള കണ്ഠമാണ്. ഒരു ശംഖ് എങ്ങനെയാണോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ശംഖിൻ്റെ രൂപമാണ് ഭഗവാന്റെ കണ്ഠത്തിന്. ആ കണ്ഠത്തിൽ കൗസ്തുഭം എന്ന് പറയണ മണിയുണ്ട്. ഭഗവാന്റെ സ്വരൂപം പറയണം, നമുക്ക് എല്ലാവർക്കും അറിയണം ആ സ്വരൂപം. മനസ്സിൽ ധ്യാനിക്കുക ഭഗവാന്റെ സ്വരൂപത്തെ. ഭക്തൻ്റെ ഭാഗ്യോദയത്തിന് ആ ഭക്തനോടുള്ള ഭക്തവാത്സല്യങ്ങൾ, ഭഗവാന്റെ ഭക്തവാത്സല്യങ്ങൾ പ്രകടമാക്കുന്നത് മാതിരി ആ വലത്തേ മാറിടത്തിൽ ശ്രീവത്സം എന്ന് പറയുന്ന മറുകോട് കൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നാനാവിധത്തിലുള്ള ആഭരണങ്ങൾ, കുണ്ഡലങ്ങൾ, ഹാരങ്ങൾ, നൂപുരങ്ങൾ, കാഞ്ചികൾ, മറ്റാഭരണങ്ങൾ, മുഖത്തുള്ള അലങ്കാരങ്ങൾ. ഒരു ചന്ദ്രൻ ഉദിച്ചുയർന്നാൽ എത്രത്തോളം പ്രഭയുണ്ടാവും, പൂർണ്ണചന്ദ്രൻ്റെ പ്രഭ എത്രത്തോളം ഉണ്ടാവും, അതേ പ്രഭയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ മുഖം, ഇന്ദുമണ്ഡല സന്നിഭമായിട്ടുള്ള ഭഗവാന്റെ മുഖം, ഇതൊക്കെ വർണ്ണിക്കുകയാണ്. ആ അമ്മ ഇത് മുഴുവൻ നോക്കിക്കണ്ട് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെയും കണ്ടു. 3 ലോകങ്ങളെയും ഏത് പാതാരവിന്ദങ്ങൾ കൊണ്ടാണോ അളന്നിട്ടുള്ളത് ആ പാതാരവിന്ദങ്ങളെയും കണ്ട് നമസ്കരിച്ചു. എന്നിട്ട് അമ്മ സ്തുതിക്കണ്ട് ഭഗവാനെ. ആ അമ്മ സ്തുതിക്കണ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാനെ, അങ്ങ് സർവ്വപ്രപഞ്ചത്തെയും സ്വന്തം ജഠരത്തിൽ, ഏത് ഭഗവാനാണോ സ്വന്തം ജഠരത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നത് ആ ഭഗവാൻ എൻ്റെ ഈ ഉദരത്തിൽ വന്ന് പറഞ്ഞല്ലോ. ആലോചിച്ച് നോക്കുക, എത്ര മഹത്തായിട്ടുള്ള വാക്കുകളാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള വാക്ക് പറയാൻ അർഹത അമ്മയ്ക്ക് ഉണ്ടാവും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ അമ്മ ഭഗവാനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, ഒറ്റ കാര്യം. ഭഗവാനെ, ഞാൻ പുത്രൻ, ബന്ധുക്കൾ, ഭർത്താവ് എന്നിങ്ങനെയുള്ള
ഈ സമുദ്രത്തിലാണ് ജീവിക്കണത്. ഈ സമുദ്രത്തിൽ നിന്ന്, മായാസമുദ്രത്തിൽ നിന്ന് അങ്ങ് എന്നെ ഉദ്ധരിക്കണമേ. എല്ലാ മനുഷ്യായുസിൻ്റെയും എല്ലാ മനുഷ്യജന്മത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമുദ്രത്തിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അത് ആ അമ്മയ്ക്കറിയാം. എന്നിട്ട് പറയാണ്, ഭഗവാനെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഇളക്കമില്ലാത്ത ഭക്തി എനിക്ക് വേണം. ആ പാതാരവിന്ദങ്ങൾ സദാ മനസ്സിലുണ്ടാവണം. ഒന്നും വേണ്ട ഭഗവാനെ, ആ പാതാരവിന്ദങ്ങൾ എൻ്റെ മനസ്സിൽ സദാ ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ട് ഈ ദിവ്യമായിട്ടുള്ള രൂപത്തെ അങ്ങ് ത്യജിച്ച് ബാലഭാവത്തെ കൈക്കൊള്ളാൻ പറഞ്ഞു. ഇതേ സമയം മറ്റ് മാതാക്കൾക്ക്, അതായത് കൈകേയിയുണ്ട്, സുമിത്രയുണ്ട്, അവർക്കും 3 ബാലന്മാരുണ്ടായി. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ 3 ബാലന്മാർ. അവർക്കെല്ലാവർക്കും നാമകരണം ചെയ്തു. ആത്മസ്വരൂപനായിട്ടുള്ള രാമൻ എല്ലാവരും ആരിൽ രമിക്കുന്നു, അതുകൊണ്ട് രാമൻ എന്ന് പേര്. ഭരണനിപുണനായതുകൊണ്ട് ഭരതൻ, എല്ലാ ലക്ഷണങ്ങളും ചേർന്നിട്ടുള്ളവനായതുകൊണ്ട് ലക്ഷ്മണൻ, സർവ്വലക്ഷണയുക്തനാണ്. സർവ്വശത്രുക്കളെയും ഇല്ലാണ്ടാക്കുന്നത് കൊണ്ട് ശത്രുഘ്നൻ, സുദർശനത്തിൻ്റെ ഭാവമാണ്. ആ 4 സന്താനങ്ങളെയും സദാ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.